കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവാണ് നാം കണ്ടത്. 10 വർഷത്തോളം കേരളം ഭരിച്ച പിണറായി വിജയൻ ഇന്ന് പ്രതിപക്ഷത്തിന്റെ മുൻനിരയിൽ എത്തി നിൽക്കുമ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന്റെ അമരക്കാരനായി ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. പതിറ്റാണ്ടുകളായി അധികാരം കൈയാളിയ CPM-ന്റെയും ഇടതുമുന്നണിയുടെയും നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ട കനത്ത പരാജയം പാർട്ടിയുടെ അടിത്തറയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുൻപ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അചഞ്ചലമായ തീരുമാനങ്ങൾക്കും ശക്തമായ നേതൃത്വത്തിനും ഉടമയായിരുന്നു പിണറായി വിജയൻ. ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പഴയ പ്രതാപത്തിന്റെ നിഴലിൽ മാത്രമാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഭരണത്തിന്റെ അവസാന വർഷങ്ങളിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും വിവാദങ്ങളും പാർട്ടിയുടെ വിശ്വാസ്യതയെ വല്ലാതെ ഉലച്ചു. ഇപ്പോഴിതാ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് കൂടുമാറിയ വി.ഡി. സതീശൻ തന്റെ മുൻഗാമികൾ കാണിച്ചതിനേക്കാൾ വേഗത്തിലും വ്യക്തതയിലും ഭരണ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പങ്ക് ഭംഗിയായി നിറവേറ്റാൻ പിണറായി വിജയന് കഴിയുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന്റെ അണികൾക്കിടയിൽ പോലുമുണ്ട്. CPM എന്ന പ്രസ്ഥാനം കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശയപരമായ വ്യക്തതയില്ലാത്തതും കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ നേതൃത്വ ശൈലി പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റുകയാണ്. അണികളിലെ അച്ചടക്കരാഹിത്യവും നേതാക്കൾക്കെതിരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ തളർത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത്. ഭരണപക്ഷത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സതീശൻ ഓരോ ദിവസവും തന്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പലപ്പോഴും സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പഴയതുപോലെ ജനങ്ങളിൽ വലിയ ചലനമുണ്ടാക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഭരണകാലത്ത് ഉയർത്തിയ അതേ ശൈലിയും വാദങ്ങളും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ആവർത്തിക്കുന്നത് പാർട്ടിയെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നതിലും ബദൽ രാഷ്ട്രീയ അജണ്ടകൾ അവതരിപ്പിക്കുന്നതിലും പാർട്ടി പരാജയപ്പെടുന്നു. കേരളത്തിൽ ഇടതു രാഷ്ട്രീയം അതിന്റെ അന്ത്യത്തോടു അടുക്കുകയാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ വോട്ട് ബാങ്കിലും ചോർച്ച പ്രകടമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയന് തന്റെ ശൈലി മാറ്റാൻ കഴിയുമോ, അതോ പാർട്ടി കൂടുതൽ തളർച്ചയിലേക്ക് നീങ്ങുമോ എന്നത് വരും കാലങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്ന വലിയൊരു ചോദ്യമാണ്. അണികൾക്കും അനുഭാവികൾക്കും പോലും ദിശാബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ CPM-ന് ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറുക എന്നത് അസാധ്യമായൊരു ദൗത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു.